ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത തീവ്രമായ മനസ്സുണ്ടാകാൻ പാടില്ല. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നവർ, ഇതെല്ലാം നമ്മുടെ ജീവിത ഗുണമായി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. കർമ്മങ്ങളിൽ നന്മ വേണം, അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസം ക്ലിയറായിരിക്കണം, അതോടുകൂടെ തന്നെ പെരുമാറ്റം നന്നാകണം, എല്ലാവരോടും നല്ല സ്വഭാവം, പുഞ്ചിരിക്കുന്ന സ്വഭാവം. സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഒരു ധർമ്മമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ സർവരംഗവും സംശുദ്ധമാക്കി ജീവിക്കുക, അതാണല്ലോ ഖദ് അഫ്ലഹ മൻ സക്കാഹാ. അത് ഈ ആത്മാവിനെ ശുദ്ധീകരിച്ചവർ, ജീവിതം ശുദ്ധീകരിച്ചവർ നിശ്ചയമായും വിജയം കൈവരിച്ചു പോയി. ഇവിടെയുള്ള പരീക്ഷണങ്ങളെല്ലാം താൽക്കാലികമാണ്. പാരത്രിക ലോകത്ത് നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ അത് ഒരു ദിവസത്തേക്കല്ല, 100 കൊല്ലത്തേക്കല്ല, 100 കോടി വർഷത്തേക്കല്ല. സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ജീവിതമെന്നോ മരണമെന്നോ പറയാൻ പറ്റാത്തൊരവസ്ഥാവിശേഷം, അത് എത്ര കോടി വർഷം കഴിഞ്ഞാലും തീരാത്ത കാലമാണ്. ആ ലോകത്ത് നഷ്ടം വരുവാൻ കാരണമാകുന്ന ചിന്തകളോ പ്രവർത്തനങ്ങളോ ആചാരങ്ങളോ സ്വഭാവങ്ങളോ ഒരിക്കലും നമ്മെ സ്വാധീനിക്കാൻ പാടില്ല.